അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബാണ്. WWW. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടിം ബെർണേഴ്സ്-ലീ 1989 SERN എന്നുള്ള ഒരു യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് ആണത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നീട് 1990 ആയപ്പോഴേക്കും അത് കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാൻ തുടങ്ങി. അതിനകത്ത് വെബ് പേജസ്, ഹൈപ്പർ ടെക്സ്റ്റ്, പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം വെബ് പേജ് എന്താണെന്ന് അറിയാം. എന്താണ് ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. വെബ് പേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസ് വ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് വെബ് പേജസ് എന്ന് പറയുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലിങ്കാണ്. വെൻ വി ക്ലിക്ക് ഓൺ ദ ലിങ്ക് ഇറ്റ് മൂവ് ടു ദ നെക്സ്റ്റ് പേജ്. അങ്ങനെ വരുന്നതാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് ഇത് ആ ഹൈപ്പർ ലിങ്ക് വഴിയാണ് നമ്മൾ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി വെബ് പേജിന് ഇതിനകത്ത് ടു ട്രാൻസാക്ഷൻസ് നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ്സ് ചെയ്യുമ്പോൾ വെബിൽ വരുന്ന ഡോക്യുമെൻറ്റ്സിന് 3 ബോർഡ് കാറ്റഗറീസ് ആയിട്ടുണ്ട്. അതിൽ സ്റ്റാറ്റിക്, ഡൈനാമിക് ആൻഡ് ആക്റ്റീവ്. അതിൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ആണ്. നമുക്ക് ജസ്റ്റ് കാണാം, കോപ്പി എടുക്കാം എന്നല്ലാതെ അതിനകത്ത് നമുക്കൊന്നും എഡിറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ വെബ് ഡോക്യുമെൻറ്റ്സിനെയാണ് സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ്സ് പറയുന്നത്. സ്റ്റാറ്റിക് ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഒന്ന് HTML, പിന്നെ XML, പിന്നെ അതായത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്, എക്സ്റ്റെൻസിബിൾ സ്റ്റൈൽ ലാംഗ്വേജ്, എക്സ്റ്റെൻസിബിൾ ഹൈപ്പർ മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാറ്. അതിൽ തന്നെ ഡൈനാമിക് വെബ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി ക്യാൻ ചേഞ്ച് അല്ലെങ്കിൽ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് എന്നുള്ള ഡൈനാമിക് ഡോക്യുമെൻ്റ് പറയുന്നത്. അതിൽ സ്ക്രിപ്റ്റിലൊക്കെ നമുക്ക് ചേഞ്ച് വരും. എക്സാമ്പിൾ ഡേറ്റ് ആൻഡ് ടൈമാണ്. നമ്മളൊരു ഒരു വെബിലൊരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഡോക്യുമെൻറ്റിൽ ഡേറ്റ് ആൻഡ് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നെടുക്കുന്ന ഡേറ്റ് ആൻഡ് ടൈം ആയിരിക്കില്ല നാളെ കാണിക്കുക. അത് വാരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇതെല്ലാം ചെയ്യുന്നത് കോമൺ ഗേറ്റ് വേ ഇൻ്റർഫേസ് എന്ന് പറയുന്ന നമ്മുടെ ഗേറ്റ് വേ വഴിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അതായത് നമ്മൾ ഗേറ്റ് പോലെയാണ്, നമ്മൾ കോളേജിനകത്തേക്ക് കയറുന്നൊരു ഗേറ്റ് പോലെയാണ് കോമൺ ഗേറ്റ് വേ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത്തരം ഡൈനാമിക് പേജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ JSP എന്ന് പറയും. ജാവ സെർവർ പേജസ്, ആക്റ്റീവ് സെർവർ പേജസ്, അങ്ങനത്തെ PHP നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. ഇങ്ങനത്തതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഡൈനാമിക് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആക്റ്റീവ് വെബ് പേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ്. വി നീഡ് പ്രോഗ്രാം ഓർ സ്ക്രിപ്റ്റ് ടു ബി റൺ അറ്റ് ക്ലയൻറ്റ് സൈഡ് നമുക്ക് ആക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആക്റ്റീവ് വെബ് പേജസ് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് ആക്റ്റീവ് പേജസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആനിമേറ്റഡ് ഗ്രാഫിക്സ്, സ്ക്രീനിൽ ആനിമേറ്റഡ് ഗ്രാഫിക്സ് കാണിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആക്റ്റീവ് വെബ് പേജസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ജാവ ആപ്ലെറ്റ്സ് യൂസ് ചെയ്യും. ജാവ സെർവർ സൈഡ് ജാവ ആപ്ലെറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇനി ഇതേമാതിരി നമുക്ക് വരുന്ന കാര്യങ്ങളാണ് ബ്രൗസർ. എന്താണ് ബ്രൗസർ എന്ന് നിങ്ങൾക്കറിയാലോ. നമുക്ക് യൂസറും അതായത് ക്ലയൻറ്റ് സൈഡ് കമ്മ്യൂണിക്കേഷൻ ബ്രൗസറിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ചെയ്യുന്നത്. ബ്രൗസറിലാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക. പിന്നെ ബ്രൗസർ ത്രൂ ആണ് ആക്സസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾസ് എന്ന് പറഞ്ഞാൽ HTTP ഉപയോഗിക്കും, FTP ഉപയോഗിക്കും, SMTP ഉപയോഗിക്കുന്നുണ്ട്, SSH എന്ന് പറഞ്ഞിട്ടുള്ള ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മളതിനകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ HTML, ജാവ സ്ക്രിപ്റ്റ്, ജാവ അങ്ങനത്തെ ലാംഗ്വേജസ് ഇൻ്റർപ്രിറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഡയഗ്രാം നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ബ്രൗസറിനകത്ത് നമ്മൾ കൺട്രോൾ ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് ആണ് ഫയൽ ട്രാൻസ്ഫർ എന്താണെന്നുള്ളത് ഡിസൈഡ് ചെയ്തിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ആണെന്നെല്ലാം ഈ ബ്രൗസറിനകത്ത് ഉണ്ടായിരിക്കും. നമ്മൾ സിസ്റ്റത്തിൽ കാണുന്നു, പക്ഷേ നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്നതും ഈ സിസ്റ്റത്തിൽ കാണുന്നതും തമ്മിൽ അതിൻ്റെ ഇടയിൽ നടക്കുന്ന പ്രോസസ്സാണത്. അത് ഫയൽ ട്രാൻസ്ഫർ HTTP ടൈപ്പാണോ, ഏത് ടൈപ്പ് ഓഫ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ്, എല്ലാം ഈ ബ്രൗസറിൽ ആ ടൈം കൊണ്ട് സെർച്ചിങ്ങും ഫൈൻഡിങ്ങും ഒക്കെ നടന്നു കഴിഞ്ഞു. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമ്മൾ അതുപോലെ ഉപയോഗിക്കുന്നതാണ് അപ്പാച്ചെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് സെർവർ യൂസ് ചെയ്യുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ. പിന്നെ അതേപോലെ URL എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. URL എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. നമ്മൾ HTTP നമ്മൾ ഡൊമൈൻ നെയിം കൊടുക്കുന്നില്ലേ, അതിനെയാണ് നമ്മൾ URL പറയുന്നത്. അതിനകത്ത് 4 തിങ്സാണുള്ളത്. ഫസ്റ്റ് വൺ പ്രോട്ടോക്കോൾ, അതാണ് HTTP:// എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കില്ലേ. പിന്നെ ഹോസ്റ്റ് നെയിം, പിന്നെ പോർട്ട് നമ്പർ, /path. പ്രോട്ടോക്കോൾ ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. HTTP ആണോ FTP ആണോ. ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഹോസ്റ്റിൻ്റെ നെയിം. ഇപ്പോൾ നമ്മളിപ്പോൾ
അങ്ങനെ ആ ഗൂഗിളിനകത്ത് ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും നെയിമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഹോസ്റ്റ് നെയിം google.com. ഓക്കെ. അടുത്തത് പോർട്ട് നമ്മൾ 16 ബിറ്റ് ഇൻഡിജേഴ്സാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ പോർട്ട് നമ്പർ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഓക്കെ. ഡയറക്റ്റ് നമുക്ക് പോകാൻ വേണ്ടി 80 നോർമലി നമ്മൾ വെൽ നോൺ ആണ് 80 എന്നുള്ളത്. ഓക്കെ. അതേപോലെ ഒരുപാട് പോർട്ട് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. പാത്ത്, പിന്നെ നമുക്ക് ലൊക്കേഷൻ പ്രോപ്പറായിട്ട് നമുക്ക് ലൊക്കേഷൻ പോകണമെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ജാവയൊക്കെ കോപ്പി ചെയ്യുമ്പോൾ C:/പ്രോഗ്രാം ഫയൽ /java/jdk 1.8/bin/ എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ നമുക്ക് എക്സാക്റ്റ് ആ പൊസിഷനിലേക്ക് പോകാൻ പറ്റുമല്ലോ. അതേപോലെ തന്നെ ഇൻ്റർനെറ്റിൽ നമുക്കതുപോലെ പൊസിഷനിലേക്ക് പോകാൻ സാധിക്കും. അതിനാണ് പാത്ത് കൊടുക്കുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് വേൾഡ് വൈഡ് വെബിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഈസ് എൻ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് ഹൈപ്പർ മീഡിയ ഡോക്യുമെൻറ്റ്സ് സച്ച് ആസ് HTML. It was designed for communication between web browsers and web servers. വെബ് ബ്രൗസേഴ്സും വെബ് സെർവേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഒരു ക്ലാസിക്കൽ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ സംഭവമാണ് ഈ HTTPയിൽ. HTTP ഡയഗ്രാം നോക്കിക്കോളൂ. HTTP ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യും, റിക്വസ്റ്റ് പാസ് ചെയ്യും, സെർവറിലെത്തും, സെർവർ അവിടുന്ന് റെസ്പോൺസ് പാസ് ചെയ്യും. ഇതാണ് രീതി. ഇനിയിപ്പം അടുത്തത് പറയുന്നത് അതായത് HTTP നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷൻ ആണെങ്കിൽ ഫോർ ഈച്ച് റിക്വസ്റ്റ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അതായത് ആഫ്റ്റർ കണക്ഷൻ വാസ് എസ്റ്റാബ്ലിഷ് സിംഗിൾ റിക്വസ്റ്റ് വാസ് സെൻഡ് ഓവർ ആൻഡ് സിംഗിൾ റെസ്പോൺസ് വാസ് ദെൻ കണക്ഷൻ വാസ് അതിനുശേഷം കണക്ഷൻ റിലീസ് ചെയ്യും. ഇനിയിപ്പോൾ നോൺ പെർസിസ്റ്റൻറ്റ് കണക്ഷൻ ആണെങ്കിലും അതിന് റിക്വസ്റ്റ് റെസ്പോൺസിന് താഴെ പറയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ആദ്യം ക്ലയൻറ്റ്സ് ഓപ്പൺസ് TCP കണക്ഷൻ ആൻഡ് സെൻഡ് റിക്വസ്റ്റ്. TCP കണക്ഷൻ ഓപ്പൺ ചെയ്തിട്ടാണ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡയഗ്രാം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അതിനുശേഷം നമ്മൾ ഹാൻഡ് ഷേക്കൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 ഹാൻഡ് ഷേക്ക് 3 ഹാൻഡ് ഷേക്ക് ഉപയോഗിച്ചിട്ടുള്ള വർക്കൊക്കെ. ആൻഡ് ദ സെർവർ സെൻഡ്സ് ദ റെസ്പോൺസ് ആൻഡ് ക്ലോസ് ദ കണക്ഷൻ. സെർവർ എന്ത് ചെയ്യും? റെസ്പോൺസ് സെൻഡ് ചെയ്യും, അതോടുകൂടി കണക്ഷൻ ക്ലോസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഹാൻഡ് ഷേക്കിൽ റിക്വസ്റ്റ് പോകും, സെക്കൻഡ് ഹാൻഡ് ഷേക്കിൽ റെസ്പോൺസ്, തേർഡ് ഹാൻഡ് ഷേക്കിൽ വീണ്ടും റിക്വസ്റ്റ് വരും. അതിന് ലാസ്റ്റ് റെസ്പോൺസ് ഫൈനൽ റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. അതേപോലെ തന്നെ ഇത് TCPയിൽ എപ്പോഴും 3 ഹാൻഡ് ഷേക്കിലാണ് പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 3 ഹാൻഡ് ഷേക്കിൻ്റെ ഡയഗ്രാം കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പേഴ്സിസ്റ്റൻറ്റ് കണക്ഷനാണ് പാസ് ചെയ്യുന്നത് വെച്ചാൽ പേഴ്സിസ്റ്റൻറ്റ് കണക്ഷൻ ദ സെർവർ ലീവ്സ് ദ കണക്ഷൻ ഓപ്പൺ ഫോർ more requests after sending a response. Thus it is possible to establish TCP connect and send requests and get a response, and then send additional requests and get additional responses. This strategy is called connection reuse. അതായത് നമ്മൾ നോൺ പെർസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഒരു റിക്വസ്റ്റ് ഒരു റെസ്പോൺസ് ക്ലോസ് ചെയ്തു, അങ്ങനെയാണ്. പെർസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഒരു റിക്വസ്റ്റും ഒരു റെസ്പോൺസും കഴിഞ്ഞ് വി ക്യാൻ സെൻഡ് അനദർ റിക്വസ്റ്റ് ഓർ മോർ ദാൻ 1 റിക്വസ്റ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് പെർസിസ്റ്റൻ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ അതിൻ്റെ ഡയഗ്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ റിക്വസ്റ്റ് ഫസ്റ്റ് ഹാൻഡ് ഷേക്കിൽ റിക്വസ്റ്റ് പാസ് ചെയ്തു, സെക്കൻഡ് ഹാൻഡ് ഷേക്കിൽ റെസ്പോൺസ് വന്നു, തേർഡ് വന്ന് റിക്വസ്റ്റ് പാസ് ചെയ്തു, അത് കഴിഞ്ഞ് റെസ്പോൺസ് വന്ന് നമ്മളവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം അഗൈൻ വി ക്യാൻ സെൻഡ് എ റിക്വസ്റ്റ്. നമുക്ക് വീണ്ടും ഒരു റിക്വസ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ക്ലോസ് ചെയ്തിട്ട് അതായത് ക്ലോസ് ചെയ്യാൻ മീൻസ് ആ ഇമേജ് ഡിസ്പ്ലേ തരുന്നു. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫസ്റ്റ് ഹാൻഡ് ഷേക്ക് സെക്കൻഡ് ഹാൻഡ് ഷേക്ക് അതങ്ങനെ നമുക്ക് റിക്വസ്റ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് പാസ് ചെയ്യാം എന്നുള്ള രീതിയാണ് പെർസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ റിക്വസ്റ്റ് റെസ്പോൺസ് പാസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡയഗ്രാമാണ് തന്നിരിക്കുന്നത്. അതിൽ നമുക്ക് റിക്വസ്റ്റ് ലൈനിൽ നമുക്ക് മെത്തേഡ് ഉണ്ടാവും, URL ഉണ്ടാവും, വേർഷൻ ഏതാണെന്നുള്ളതുണ്ടാവും. അതുമാതിരി ഹെഡറാണ് സെക്കൻഡ് പാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ഹെഡർ നെയിം ഉണ്ടായിരിക്കും, വാല്യൂസ് ഉണ്ടായിരിക്കും, എത്ര ഹെഡേഴ്സ് വേണമെങ്കിലായിരിക്കും. പിന്നെ നെക്സ്റ്റ് ബ്ലാങ്ക് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ബോഡി എന്ന് പറയുന്നത് വേരിയബിൾ നമ്പർ ഓഫ് ലൈൻസ്, നമുക്ക് എത്ര ലൈൻസാണ് നമ്മുടെ മെസ്സേജ് എന്നുള്ളതാണ് ഉണ്ടായിരിക്കുക. ഓക്കെ. ഇനി റിക്വസ്റ്റ് മെസ്സേജ് എന്താണ്? ഈ റിക്വസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് മെസ്സേജ്
കൺസിസ്റ്റ് ഓഫ് എ റിക്വസ്റ്റ് ലൈൻ. റിക്വസ്റ്റ് മെസ്സേജിനകത്ത് റിക്വസ്റ്റ് ലൈൻ ഉണ്ടായിരിക്കും, എ ഹെഡർ ഉണ്ടായിരിക്കും, പിന്നെ സംടൈംസ് എ ബോഡി ഉണ്ടായിരിക്കും. ഓക്കെ, ദ ഫസ്റ്റ് ലൈൻ ഇൻ എ റിക്വസ്റ്റ് മെസ്സേജ് ഈസ് കോൾഡ് റിക്വസ്റ്റ് ലൈൻ. അതിൽ ഫസ്റ്റ് വൺ റിക്വസ്റ്റ് ലൈനാണ്. ദർ ആർ 3 ഫീൽഡ്സ് ഇൻ ദ ലൈൻ സെപ്പറേറ്റഡ് ബൈ 1 സ്പേസ് ആൻഡ് ടെർമിനേറ്റഡ് ബൈ 2 ക്യാരക്ടേഴ്സ്. ഇതിനകത്ത് മൂന്ന് ഫീൽഡ്സാണുള്ളത്. വൺ സ്പേസ്, ഒരു സ്പേസും രണ്ട് ക്യാരക്ടേഴ്സും ഉണ്ടായിരിക്കുക. ഓക്കെ, ആ ഫീൽഡ്സിനെയാണ് നമ്മൾ മെത്തേഡ്സ് എന്ന് പറയുന്നത്. പിന്നെ മെത്തേഡ്സ്, പിന്നെ URL, വേർഷൻ, ഇങ്ങനെ മൂന്ന് ഫീൽഡ്സാണ് ഉള്ളത്. മെത്തേഡ്, URL, വേർഷൻ, ഇങ്ങനെ 3 ഇതാണുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് മെത്തേഡ്സ് പറയുമ്പോൾ ഗെറ്റ്, ഹെഡ്, പുട്ട്, പോസ്റ്റ്, ട്രേസ്, ഡിലീറ്റ്, ഇങ്ങനത്തെ മെത്തേഡ്സാണ്. ഈ മെത്തേഡ്സിൻ്റെ ആക്ഷൻസാണ് അതിന് നെക്സ്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ടു ഡോക്യുമെൻറ്റ് ഫ്രം ദ സെർവറാണ്. സെക്കൻഡ് ഹെഡ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡോക്യുമെൻറ്റ് ഓർ നോട്ട് ഡോക്യുമെൻറ്റ്. ഫസ്റ്റത്തെ റിക്വസ്റ്റ് ഡോക്യുമെൻറ്റ് ഫ്രം ദ സെർവർ സൈഡിൽ നിന്ന് റിക്വസ്റ്റ് ചോദിക്കുന്നതാണ് ഗെറ്റ് എന്നുള്ളത്. ഹെഡ് എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് എ ഡോക്യുമെൻറ്റ് ബട്ട് നോട്ട് ഡോക്യുമെൻറ്റ് ഇറ്റ്സെൽഫ്. ഡോക്യുമെൻറ്റിനെ കുറിച്ചുള്ള റിക്വസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ് ഹെഡ് എന്ന് പറയുന്നത്. അടുത്തത് പുട്ട്, സെൻഡ് എ ഡോക്യുമെൻറ്റ് ഫ്രം ദ ക്ലയൻറ്റ് ടു ദ സെർവർ. ക്ലയൻറ്റ് എന്ന സെർവറിലേക്ക് ഡോക്യുമെൻറ്റ് സെൻഡ് ചെയ്യുന്നതാണ് പുട്ട്. പോസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് സം ഇൻഫർമേഷൻ ഫ്രം ക്ലയൻറ്റ്, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ്. പുട്ടിൽ ഡോക്യുമെൻറ്റ് പാസ് ചെയ്യുക, പോസ്റ്റിൽ ഇൻഫർമേഷൻസ്, ക്ലയൻറ്റ് ടു സെർവർ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ്. ട്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകമ്മിങ് റിക്വസ്റ്റിന് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. എക്കോസ് ദ ഇൻപുട്ടിങ് ഇൻകമ്മിങ് റിക്വസ്റ്റ്. ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമൂവ്, വെബ് പേജിനകത്തുനിന്നതിന് റിമൂവ് ചെയ്ത് കളയുന്നത്. അതാണ് മെത്തേഡ്സ് ആയിട്ട് പറയുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻസാണ് ബാക്കി താഴെ ബ്രീഫായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഹെഡർ സൈഡ് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. മെത്തേഡ്, URL, വേർഷൻ. ഓക്കെ, അതിൽ മെത്തേഡ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഹെഡർ സൈഡ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡറിൽ യൂസർ ഏജൻറ്റ് ഉണ്ടാവും, ആക്സെപ്റ്റ് ഉണ്ടാവും, ആക്സെപ്റ്റ് ക്യാർസെറ്റ് ഉണ്ടാവും, ആക്സെപ്റ്റ് എൻകോഡിങ്, ആക്സെപ്റ്റ് ലാംഗ്വേജ്, ഓതറൈസേഷൻ, ഹോസ്റ്റ്, ഡേറ്റ്, അപ്ഗ്രേഡ്, കുക്കീസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഉണ്ടാവുക. അതിൻ്റെ ഓരോന്നിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ഈ സൈഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. നെക്സ്റ്റ് റെസ്പോൺസ് മെസ്സേജ് എന്താണെന്നുള്ളത് നോക്കാം. അത് ഫോർമാറ്റ് ഓഫ് റെസ്പോൺസ് മെസ്സേജ് ഈസ് റെസ്പോൺസ് മെസ്സേജിൻ്റെ ഫോർമാറ്റ് അടുത്ത സ്ലൈഡിൽ. ഓക്കെ, ഇതാണ് റെസ്പോൺസ് മെസ്സേജിൻ്റെ ഫോർമാറ്റ്. അതെ, ഇതാണ് റെസ്പോൺസ് മെസ്സേജിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ഇത് FTP ഫോർമാറ്റാണ് കേട്ടോ. ഓക്കെ, റെസ്പോൺസ് മെസ്സേജ് എന്താണ്, നമ്മൾ സ്റ്റാറ്റസ് ലൈനിൽ അതിൽ നമുക്ക് സെർവറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസാണ് റെസ്പോൺസ് മെസ്സേജ് പറയുന്നത്. അതിനകത്ത് സ്റ്റാറ്റസ് ലൈൻ, ഹെഡർ ലൈൻ, ബ്ലാങ്ക് ലൈൻ, പിന്നെ ചിലപ്പോൾ ബോഡി, ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാവുക. സ്റ്റാറ്റസ് ലൈന്, ഹെഡർ ലൈന്, ബ്ലാങ്ക് ലൈന്, ചിലപ്പോൾ ബോഡി ഉണ്ടായിരിക്കും. അതിൽ സ്റ്റാറ്റസ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈനാണ് സ്റ്റാറ്റസ് ലൈന്. അതിൽ 3 ഫീൽഡ്സാണ് ഉണ്ടാവുക. സെപ്പറേറ്റഡ് ബൈ സ്പേസ്, there are 3 fields in the line separated by spaces and terminated by carriage, return and line feed. The first field defines the version of HTTPയുടെ വേർഷൻ എന്താണെന്ന് പറയും. പിന്നെ കറൻ്റ്ലി അതിൻ്റെ the status code defines the field defines the status of the request. അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് പറയും. അതായത് റിക്വസ്റ്റ് പ്രോസസ്സിംഗ് ആണോ ഐഡൽ സ്റ്റേറ്റ് ആണോ എന്നുള്ള സ്റ്റാറ്റസ് ആണ് പറയുന്നത്. പിന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 digits. അത് 3 digits വെച്ചിട്ടാണ് നമ്മൾ റേഞ്ച് പറയുന്നത്. 100, 200 അങ്ങനത്തെ റേഞ്ചസ് ആയിട്ടാണ് നമ്മൾ പറയുക. ഓക്കെ, സ്റ്റാറ്റസ് ലൈനിന് ശേഷം റെസ്പോൺസ് ക്യാൻ ഹാവ് 0 or more റെസ്പോൺസ് ഹെഡർ ലൈൻസ്. അടുത്തത് ഹെഡർ ലൈൻസ് ആണ്. ഹെഡർ ലൈൻസിൽ 0 ആയിരിക്കാം, അതിൽ കൂടുതലുണ്ടായിരിക്കാം. ഓരോ ഹെഡർ ലൈൻസിലും അഡീഷണൽ ഇൻഫർമേഷൻ സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്ക് എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഹെഡർ സൈഡാണ് നമ്മൾ കൊടുക്കുക. റെസ്പോൺസ് ഹെഡറിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക വെച്ചെങ്കിൽ ഡേറ്റ്, അപ്ഗ്രേഡ്, സെർവർ നെയിം, സെർവറിൻ്റെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, പിന്നെ കുക്കീസ്,
പിന്നെന്താണ് കണ്ടൻറ്റ് എൻകോഡിങ്, കണ്ടൻറ്റ് ലാംഗ്വേജ്, കണ്ടൻറ്റ് ലെങ്ത്ത്, കണ്ടൻറ്റ് ടൈപ്പ്, ലൊക്കേഷൻ, ആക്സെപ്റ്റ് റേഞ്ച്, ലാസ്റ്റ് മോഡിഫൈഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയൊക്കെയാണ് HTTPനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. നെക്സ്റ്റ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്.